ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്രിസ്മസ് ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. 23-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ 24-ാം തീയതി തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലുള്ളത്. അപ്പോൾ 24-ാം തീയതി രാവിലെ സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ്. അപ്പോൾ നല്ല അടിപൊളി കേക്ക് കഴിച്ചിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസ് ട്രീ ആണ്. ഇത് നമ്മളെ വീട്ടിൽ ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ആ സമയത്തെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ പുൽക്കൂടും. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡ്രീം കേക്ക് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ട്രീയുടെ നൈറ്റിലുള്ള ലുക്ക്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത് സ്റ്റാറും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ ഒരു ക്രിസ്മസ് വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്ക് NSS ക്യാമ്പും ഉണ്ട്. സോ അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ പുറത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കൂടെ ഞങ്ങളൊരു നൂഡിൽസിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെയാണ് വാങ്ങിയത്. പിന്നെ നല്ല അടിപൊളി ചോറും അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറങ്ങ് കഴിച്ചു കേട്ടോ. വിശന്നിട്ട് നമുക്ക് ആകെന്തോ പോലെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ സെറ്റായി. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ 24 രാത്രിയായി കേട്ടോ. അതായത് പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ രാത്രിയാണ് ഈ ലൈറ്റ് നമ്മൾ ഇടുന്നത്. ലാസ്റ്റ് മിനിറ്റ് അലങ്കാര പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ മിനുങ്ങുന്ന ലൈറ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് കോമഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് മാത്രമാണ് വീഡിയോയിലുള്ളൂ. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കോമഡിയാണ്. അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയോ നമ്മൾ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ട്രീയും കൂടി ഇതവർ എനിക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ട്രീ ആട്ടോ. ഇത് നമ്മളെ പഴയ ട്രീ ആണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ക്രിസ്മസിന് ഉപയോഗിക്കുന്ന ട്രീ ആണ്. പിന്നെ നമ്മൾ പുതിയത് ഒരെണ്ണം കഴിഞ്ഞ വർഷം തോന്നുന്നു വാങ്ങിയത്. അതിന് മുന്നേ എല്ലാം ഈ ഒരു ട്രീ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രീ എനിക്ക് അലങ്കരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതുകൊണ്ടും നാളെ ക്രിസ്മസ് ആയതുകൊണ്ടും ഇതിന്ന് തന്നെ അലങ്കരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഡെക്കറേഷൻ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രീക്ക് കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറയാൻ കാരണം ഇതിൻ്റെ അടിയിൽ ഒരു ബേസ് ഉണ്ടായിരുന്നു. ആ ബേസ് വരെ പൊട്ടിപ്പോയി. എന്നിട്ട് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ട്രീയുടെ കമ്പ് നമ്മളിതുപോലെ ഒരു ചട്ടിയിൽ കുത്തി വെച്ചിട്ടാണ് നമ്മൾ അലങ്കരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കമ്പെല്ലാം വിടർത്തിയിട്ട് നമ്മളിനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു ഇതായിരിക്കും വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ശരിക്കും ഇവിടെ ഭയങ്കര തല്ലും കരച്ചിലും എല്ലാം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിതെല്ലാം ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇവനിടണം, അതിൻ്റെ ഇടയിൽ കരയുക, പണിങ്ങി പോവുക, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം സെറ്റായിട്ട് നമ്മൾ ഇതായിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂവരുടെയും കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ ട്രീ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ അലങ്കാരപ്പണികൾക്കും ശേഷം നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്കാണിത്. ഈ ട്രീയുടെ വീഡിയോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറുള്ള ലൈറ്റൊക്കെ തിളങ്ങുന്ന വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഏതെങ്കിലും ഒരു ക്ലിപ്പായിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് 24-ാം തീയതിത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തത് 25-ാം തീയതിത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ 2:30-ക്കാണ് നമ്മളവിടെ പ്രയറെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പള്ളിയിലേക്കൊക്കെ പോയിട്ട് തിരിച്ചൊരു 6 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ കിട്ടും. സോ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വന്ന ഉടനെ തന്നെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. മുറിക്കല്ല, കേക്ക് കുത്താൻ പോവുകയാണ്. ഡ്രീം കേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 3 കൈകളും കാണാമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ആര് കുത്തും എന്നുള്ള തല്ല അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവൾ ഇതൊക്കെ ഒന്ന് കെട്ടി നല്ല നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെച്ച് ഫോട്ടോസ് 2-3 എടുത്തിട്ട് അവസാനം നമ്മൾ ഓർഡറിൽ കൈയെല്ലാം പിടിച്ചിട്ട് മുറിച്ചിട്ടുണ്ട്. ആദ്യം എൻ്റെ കൈ വെച്ചു, പിന്നെ അനിയത്തിയുടെ കൈ വെച്ചു, പിന്നെ അവൻ്റെ കൈ വെച്ചു, അങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കഴിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളന്ന് ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ അമ്മ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ണിയുടെ ഫ്രണ്ട്സ് എല്ലാം അന്നേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ സംസാരിച്ച് ഫുഡിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വൈകിട്ടും ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇത് 28-ാം തീയതി തൊട്ടിട്ടാണ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അക്ഷയയിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി അനിയൊരു കിൻഡർ ജോയ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിക്കണമെന്ന്. അങ്ങനെ അവനത് കൊടുത്ത് അവനൊരു സൈഡിൽ ഇരുത്തിയതിന് ശേഷം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒരു ചെറിയ സൈഡ് ബാഗാണ്. ഇതൊരു ട്രെൻഡിങ് ബാഗായിരുന്നു കുറച്ച് കാലം മുൻപേ. ഇപ്പോഴാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതൊരു 300 സംതിങ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇത് നല്ല ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നു. കുറച്ച് നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സോക്സാണ്. ആങ്കിൾ ലെങ്ത്ത് വരുന്ന സോക്സാണ് കേട്ടോ. ഷൂസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനത്ര 100 രൂപ അങ്ങോട്ടാണ് വിലയുള്ളത്. നെക്സ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് മുഖം കഴുകാൻ ഞാൻ ഫേസ് വാഷ് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ്. നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കമ്മലാണ്. ഈ ഒരു റിംഗ് ടൈപ്പ് കമ്മലാണ്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിന് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ക്ലിപ്പാണ്. ഇത് എനിക്ക് വാങ്ങിയതല്ല, അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. അമ്മയുടെ മുടി കുറച്ച് കേളിയാണ്. അപ്പോൾ എല്ലാ മുടിയും കൂടി ഒരുമിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വലിയ ക്ലിപ്പ് വേണം. അങ്ങനെ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ കുറച്ച് സ്റ്റഡാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 3 സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെ കിട്ടും, പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു സുഖം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്റ്റഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാതെ പോവും, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു 3 ജോഡി കമ്മൽ തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അവസാനം കാണിച്ച കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. എല്ലാം ഇഷ്ടമായി, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കാണിച്ച കമ്മൽ. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളിവടയുടെ പകുതി കഴിച്ചിട്ടാണ്. ഞാനും അനിയനെയും കൂടിയിട്ട് ഒരു ഉള്ളിവട ഷെയർ ചെയ്തു. വലിയൊരു ഉള്ളിവടയായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം സിനിമയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ബാങ്കിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇരുന്ന് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി നല്ല അടിപൊളി കപ്പയും പിന്നെ ഈ ഒരു മുളകും ഉള്ളിയും കൂടിയുള്ള ചമ്മന്തി പിന്നെ ലിവർ റോസ്റ്റ്. വാ, അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്ന്. അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ രാത്രി കുറച്ച് സമയം പഠിക്കാനുണ്ടായിരുന്നു. എനിക്കൊരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. കുറച്ച് നേരം പഠിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ റൂമല്ല കേട്ടോ, ഞാൻ ഉണ്ണിയുടെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഞാനിരുന്ന് എൻ്റെ റൂമിൽ വന്ന് സ്റ്റഡി ടേബിളിൽ വന്ന് അതായത് ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസത്തിൻ്റെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എനിക്ക് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പഠിക്കാനുണ്ട്. നമ്മളെ പള്ളിയിലുള്ള ഒരു സൺഡേ സ്കൂൾ എന്ന് പറയും. അപ്പോൾ അവിടെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. കുറച്ച് നാളായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കലെല്ലാം ഭയങ്കര കുറവാണ്. ഹോസ്റ്റലിലെല്ലാം ഞാൻ 7 മണിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് തന്നെ. പിന്നെ റെഡിയായി വരുമ്പോഴേക്കും സമയമാവും. അപ്പോൾ ഇന്ന് കുറച്ച് 6:30 ആകുമ്പോഴേക്കും നേരത്തെ എഴുന്നേറ്റ് ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും അതുപോലെ ഈ ഒരു തക്കാളി ചട്നി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ 3 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് വന്ന് കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയതിന് ശേഷം പിന്നെയും പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അധികം നേരമൊന്നും ഞാൻ ഫോൺ നോക്കി സമയം കളഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വന്നിരുന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചിലപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് മോട്ടിവേഷൻ തോന്നില്ല, നമുക്ക് ബുക്ക് എടുക്കാനേ തോന്നില്ല. ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മളെ പാരൻസിന് ഉണ്ടാകുന്ന സന്തോഷം, നമ്മളെ ടീച്ചർമാർ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നില്ലേ? ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആലോചിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ താനെ വരും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇപ്പം ഞാൻ സ്നാക്സ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കിട്ടിയ സന്തോഷമാണ് എനിക്ക്. പിന്നെ ഞാൻ അടുക്കളയിൽ നോക്കിയപ്പോൾ നെല്ലിക്കയും അരിനെല്ലിക്കയും ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ നിറച്ച് ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പഠിക്കാൻ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മെത്തേഡൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, സ്ഥലവും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ എക്സാമാണ്, അതുകൊണ്ടാണ് ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഞാൻ പഠിക്കുന്നത്. ഇത്ര ദിവസം സമയം കിട്ടിയിട്ടും പഠിക്കാതെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീരെ പഠിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്ലിപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ചയഴയുന്നത് പോലെ നടന്നിട്ടാണ് പഠിച്ചിരുന്നത്. ഓരോന്നും വായിച്ച് അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ പതുക്കെ നടന്നിട്ടാണ് പഠിച്ചത്. പക്ഷേ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ ഏതാണ്ട് മാരത്തൺ റേസ് ഓടുന്ന പോലെയാണ് ഇതിൽ കാണിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പതുക്കെ നടന്നാണ് ഞാൻ പഠിക്കുന്നത്. ഇത് പിന്നെ വീഡിയോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഞാൻ വെച്ചത്, അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ചോറുണ്ട്, കൊള്ളിയുണ്ട്, കൊള്ളി അല്ലെങ്കിൽ കപ്പ, പിന്നെ കൂർക്കയും പിന്നെ ലിവർ റോസ്റ്റും. വാ അടിപൊളി. അത് കഴിഞ്ഞൊരു പേടയും കൂടി കഴിച്ചപ്പോൾ സെറ്റായി. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടി ഞാനിരുന്ന് പഠിച്ചു. ഞാൻ പഠിക്കുന്നത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും, കാരണം ഇന്ന് മെയിനായിട്ട് ചെയ്തത് പഠിക്കുകയായിരുന്നു. കാരണം നാളെ എക്സാം ആണല്ലോ, അപ്പോൾ നമ്മൾ പഠിക്കണ്ടേ. പിന്നെ കുറച്ച് സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം പുറത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാഗൊന്ന് കഴുകാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പം ഇനി അതെല്ലാം എടുത്ത് അകത്തേക്ക് വയ്ക്കാം. പിന്നെ നാളെ ഞാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ എത്ര പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എന്തായാലും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അത് പാക്ക് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അനിയനും കൂടി ഇവിടെ പുറത്ത് തോട്ടത്തിലൊക്കെ നടന്ന് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇതെൻ്റെ അനിയൻ്റെ സൗണ്ടാണ്. അവൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അവൻ പറഞ്ഞു ഈ ഒരു സൗണ്ട് അവൻ പറയുന്നത് വീഡിയോയിൽ ആഡ് ചെയ്യണേന്ന്, അപ്പം അങ്ങനെ ആഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിരുന്നു. കുറച്ച് വെള്ള കളറുള്ള ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുള്ളത് വിരിച്ചിടാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ട് ടെറസിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് നമ്മുടെ നൈറ്റ് വൈബ് കേട്ടോ, ക്രിസ്മസ് ലൈറ്റിൻ്റെ നൈറ്റ് വൈബ്. പിന്നെ ഈ ഒരു വോയിസുകളുടെ എൻഡിലായിട്ടൊരു ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കാരണം അത് ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ലാസ്റ്റത്തെ ഭാഗമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ആ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല എക്സാം അത് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ എക്സാമിൽ. അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം എഴുതി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻ്റ് ഒക്കെ ഇരുന്ന് എഴുതി. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് പോലുള്ള ട്രെയിനിലാട്ടോ, എൻ്റെ ട്രെയിൻ വരുന്നേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചു. അച്ഛനമ്മയും ചായയൊക്കെ വാങ്ങി തന്നു. അനിയനും ഉണ്ടായിരുന്നു എന്നെ കൊണ്ടുവിടാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ലേസൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ പോയി. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ, അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.